Hello everyone, in this video we are discussing about how information flow takes place between memory stores. Okay, so information flow different memory stores തമ്മിൽ അതായത് സെൻസറി മെമ്മറിയുടെയും ഷോർട്ട് ടേം മെമ്മറിയുടെയും ലോങ് ടേം മെമ്മറിയുടെയും ഇടയിൽ എങ്ങനെയാണ് ഇൻഫോർമേഷൻ്റെ ഫ്ലോ നടക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ്കിൻസൺ ഷിഫ്രിൻ ഒരു നോഷൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് നോഷൻ ഈസ് കൺട്രോൾ പ്രോസസ്സസ്. സോ ദീസ് കൺട്രോൾ പ്രോസസ്സസ് മോണിറ്റർ ദി ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ത്രൂ വേരിയസ് മെമ്മറി സ്റ്റോർസ്. എങ്ങനെയാണ് ഇൻഫോർമേഷൻ്റെ ഫ്ലോ നടക്കുന്നത് എന്നുള്ളത് മൊത്തത്തിൽ ഒരു എന്താ പറയുക ഓൾറൗണ്ടർ എന്നുള്ള നിലയ്ക്ക് കൺട്രോൾ ചെയ്യുന്നതാണ് ഈ കൺട്രോൾ പ്രോസസ്സസ്. സോ നമുക്ക് അങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രോൾ പ്രോസസ്സസ് ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യം വരുന്ന ഒരു കൺട്രോൾ പ്രോസസ്സസ് ആണ് സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്. സോ ഒബ്വിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് നമ്മുടെ സെൻസറി ചാനൽസിൽ വരുന്ന എല്ലാം ഇൻഫോർമേഷനെയും എല്ലാം സ്റ്റിമുലേനെയും നമ്മൾ ഒരിക്കലും അറ്റൻഡ് ചെയ്യുന്നില്ല. ലൈക്ക് നമുക്ക് അതെല്ലാം നമ്മുടെ മെമ്മറിയിൽ രജിസ്റ്റർ ആവുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അറ്റൻഷനാണ്. നമ്മളെല്ലാം ഇൻഫോർമേഷനെയും അറ്റൻഡ് ചെയ്യുന്നില്ല. സോ ഇവിടെ ഫസ്റ്റ് കൺട്രോൾ പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ സെലക്റ്റീവ് അറ്റൻഷനാണ്. നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് മാത്രമേ സെൻസറി മെമ്മറിയിൽ നിന്ന് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകുന്നുള്ളൂ. സോ ദിസ് സെലക്റ്റീവ് അറ്റൻഷൻ ഡിസൈഡ്സ് വാട്ട് വിൽ ട്രാവൽ ഫ്രം സെൻസറി മെമ്മറി ടു ഷോർട്ട് ടേം മെമ്മറി. നമ്മുടെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലുള്ള എല്ലാം ഇൻഫോർമേഷനും നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾ സോർട്ട് ഓഫ് ഇൻഫോർമേഷൻ gets registered in our sensory memory, and then the control process, that is selective attention in the short term memory, decides what information will travel from sensory memory to short term memory. നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് മാത്രമേ സെൻസറി മെമ്മറിയിൽ നിന്ന് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് എത്തുന്നുള്ളൂ. ആൻഡ് ദിസ് സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ടേം മെമ്മറിയിലുള്ള ഒരു കൺട്രോൾ പ്രോസസ്സസ് ആണ്. ഓക്കെ, ഇനി ഈ ഇൻഫോർമേഷൻ, അതായത് ഈ ഇൻഫോർമേഷനല്ല നമ്മൾ അറ്റൻഷൻ കൊടുക്കാത്ത അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാത്ത ഇൻഫോർമേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ ഫേഡ് ഔട്ട് ആയി പോവുകയും ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ സെക്കൻഡ് കൺട്രോൾ പ്രോസസ്സാണ് മെയിൻ്റനൻസ് റിഹേഴ്സൽ എന്ന് പറയുന്നത്. സോ ഇവിടെ മെയിൻ്റനൻസ് റിഹേഴ്സൽ ഇറ്റ് ഹെൽപ്സ് ടു റീറ്റെയിൻ ദി ഇൻഫോർമേഷൻ ഫോർ ആസ് മച്ച് ടൈം ആസ് റിക്വയർഡ്. നമുക്ക് എത്ര ടൈം നേരത്തേക്ക് നമുക്കതിനെ റീറ്റെയിൻ ഹോൾഡ് ചെയ്ത് വെക്കണോ അത്രയും നേരം ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെയിൻ്റനൻസ് റിഹേഴ്സൽ എന്ന് പറയുന്നത്. സോ as it is clear from its name, such rehearsals only maintain the information in the STM through repetition, and when such repetitions are discontinued, the information is lost. Okay, അപ്പം ജസ്റ്റ് നമ്മളെന്താ പറയുക, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു ഇൻഫോർമേഷനെ ആ കുറച്ച് സമയത്തേക്ക് മാത്രം, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ആ സമയത്തേക്ക് മാത്രം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. വൺസ് നമ്മൾ ആ റിപ്പീറ്റേഷൻ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ ആ ഇൻഫോർമേഷൻ മുഴുവൻ ലോസ്റ്റായി പോവുകയും ചെയ്യും. പിന്നീട് കുറച്ചും കൂടി എന്താ പറയുക ബെറ്ററായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൺട്രോൾ പ്രോസസ്സാണ് ചങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഓപ്പറേറ്റ്സ് ഇൻ STM ടു എക്സ്പാൻഡ് ഇറ്റ്സ് കപ്പാസിറ്റി. നമ്മളെ STMൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചങ്കിങ് എന്ന് പറയുന്ന പ്രോസസ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ചങ്കിങ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, നമ്മൾ കുറേ തവണ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. യൂഷ്വലി 7 + or -2 എന്ന് പറയുന്നതാണ് ഷോർട്ട് ടേം മെമ്മറിയുടെ കപ്പാസിറ്റി. 7 + or -2 ഐറ്റംസ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു ഒരു 10 or 20 ഐറ്റംസ് കിട്ടിയിട്ടുണ്ടെന്നാണെങ്കിൽ ഈ 20 ഐറ്റംസിനെ നമുക്ക് 7 + or -2 ചങ്ക്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആൻഡ് ഹെൻസ് ആ ചങ്ക്സിനെ നമുക്ക് നമ്മുടെ മെമ്മറിയിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഷോർട്ട് ടേം മെമ്മറിയിൽ. So this is yet another a control process. The next one is elaborative rehearsal. Elaborative rehearsal എന്ന് പറയുമ്പം it helps to move information into long term memory. ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് ഇൻഫോർമേഷനെ മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് elaborative rehearsal എന്ന് പറയുന്നത്. Okay, so in elaborative rehearsals attempts are made to connect the to be retained information to the already existing information in the LTM. Okay, അതായത്
ഇവിടെ നമുക്ക് ഏത് ഇൻഫോർമേഷനാണോ റീറ്റെയിൻ ചെയ്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത്, ആ ഇൻഫോർമേഷനെ നമ്മൾ നമ്മുടെ ലോങ് ടേം മെമ്മറിയിലുള്ള ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സെർട്ടൈൻ ഇൻഫോർമേഷൻസായിട്ട് കണക്ട് ചെയ്യും. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിലൂടെയാണ് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ഈ ഒരു ഇൻഫോർമേഷൻ ലോങ് ടേമിലേക്ക് എത്തുന്നത്. ഈ ഒരു കണക്റ്റിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് മെക്കാനിസത്തിനാണ് നമ്മൾ എലോബറേറ്റീവ് റിഹേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് വോഗ് ആൻഡ് നോർമാൻ പ്രപ്പോസ് ചെയ്തൊരു കാര്യമാണ് പറയുന്നത്. In 1965, they proposed that transfer from STM to LTM is a random process, and through rehearsal and repetition, longer an item is in STM, the greater is its probability of getting into LTM. അതായത് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു റാൻഡമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്നതിലൂടെയും അതേപോലെ തന്നെ റിപ്പീറ്റേഷൻ ചെയ്യുന്നതിലൂടെയും ഒരു ഇൻഫോർമേഷനെ നമുക്ക് എത്ര നേരത്തോളം നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ പിടിച്ചു നിർത്താൻ പറ്റുമോ അത്രയും അത് ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ആവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണെന്നാണ് വോഗ് ആൻഡ് നോർമാൻ പ്രപ്പോസ് ചെയ്തത്. ഈ റെപ്പിറ്റേഷനും റിഹേഴ്സലും അല്ലെങ്കിൽ ലൈക്ക് മെയിൻ്റനൻസ് റിഹേഴ്സലായാലും ശരി, എലോബറേറ്റീവ് റിഹേഴ്സലായാലും ശരി, ഈ റിഹേഴ്സൽസും അതേപോലെ തന്നെ റെപ്പിറ്റേഷനും അല്ലാതെ റീഇൻഫോഴ്സ്മെൻറ്റും ഇമോഷണൽ അറോസലും അതേപോലെ തന്നെ മോട്ടിവേഷണൽ റെലവൻസും ഇൻഫോർമേഷൻ്റെ മോട്ടിവേഷണൽ റെലവൻസും ഈ ഒരു ഫ്ലോ ഓഫ് ഇൻഫോർമേഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ആലോചിച്ചാൽ നമുക്കറിയാം, നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പെട്ടെന്ന് ലേൺ ചെയ്യണമെന്നുണ്ടെന്നാണെങ്കിൽ, ഇപ്പം സം സോർട്ട് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണെങ്കിൽ അത്തരത്തിലുള്ള ടാസ്കുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് നമ്മൾ പെട്ടെന്ന് ലേൺ ചെയ്തെടുക്കും അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ പെട്ടെന്ന് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അവിടെ നേരെ മറിച്ച് ഒരു തരത്തിലുള്ള റിഹേഴ്സലോ റിപ്പീറ്റേഷനോ ഒന്നും നടന്നിട്ടുണ്ടാവില്ല. അതിൻ്റെയൊക്കെ ആബ്സെൻസ് തന്നെ ഒരു റീഇൻഫോഴ്സ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ എലമെൻറ്റോ അതല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ റെലവൻസോ ഉള്ളൊരു ഇൻഫോർമേഷനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫോർമേഷനെ നമ്മൾ പെട്ടെന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഇമോഷണൽ അറോസൽ ഓർ മോട്ടിവേഷണൽ റെലവൻസ് ഓഫ് ആൻ ഇൻഫോർമേഷൻ ക്യാൻ ഓൾസോ അഫക്റ്റ് ദി ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് എങ്ങനെയാണ് ഒരു ഇൻഫോർമേഷനെ ഡിഫറെൻറ്റ് മെമ്മറി സ്റ്റോർസിൻ്റെ ഇടയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറയുന്നു. ആൻഡ് ദെൻ വി ആർ മൂവിങ് ഓൺ ടു സീരിയൽ പൊസിഷൻ എഫക്റ്റ്. യൂഷ്വലി ഒരു റീകോൾ ടാസ്കിൽ കാണപ്പെടുന്ന ഒരു ഫിനോമിനനാണ് സീരിയൽ പൊസിഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് എവിഡൻസ് ഫോർ ദി മൾട്ടി സ്റ്റോർ മോഡൽ. അതായത് മൾട്ടി സ്റ്റോർ മോഡലിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രേറ്റർ എവിഡൻസ് ആയിട്ട് അതിനൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് കാണുന്ന ഒരു ഫിനോമിനനാണ് സീരിയൽ പൊസിഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ യൂഷ്വലി സീരിയൽ പൊസിഷൻ എഫക്റ്റിൽ അല്ലെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സിലൊക്കെ പാർട്ടിസിപ്പൻസിന് കുറച്ച് ലിസ്റ്റ് ഓഫ് വേർഡ്സ് കൊടുക്കും. അങ്ങനെ കുറച്ച് ലിസ്റ്റ് ഓഫ് വേർഡ്സ് കൊടുത്തിട്ട് അത് അവരോട് ലേൺ ചെയ്ത് അവരുടെ മെമ്മറിയിൽ നിന്ന് അതിനെ റിട്രീവ് ചെയ്യാൻ പറയുന്ന സമയത്ത് അവർക്ക് ആ ലിസ്റ്റിലുള്ള ആദ്യത്തെ കുറച്ച് വേർഡ്സും അതേപോലെ തന്നെ ലാസ്റ്റിലുള്ള ഫ്യൂ വേർഡ്സുമാണ് ഏറ്റവും കൂടുതൽ റിട്രീവ് ചെയ്യാൻ ചാൻസ്. ആൻഡ് മിഡിലുള്ള വേർഡ്സിനെ അവർ ഫോർഗെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു ഫിനോമിനനെയാണ് സീരിയൽ പൊസിഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, we can say that the tendency to remember the first few and the last few words and the chance of more likely to forget those in the middle of the list is known as the serial position effect, and the tendency to recall earlier word is called the primacy effect, whereas the tendency to recall the latter words is called the recency effect. ഏറ്റവും ലിസ്റ്റിൻ്റെ ഇനീഷ്യൽ ആയിട്ടുള്ള വേർഡ്സിനെ ഓർത്ത് വെക്കുന്നതിനെ നമ്മൾ പ്രൈമസി എഫക്റ്റ് എന്നും അതേപോലെ ആ ലിസ്റ്റിൻ്റെ എൻഡിലേക്കുള്ള വേർഡ്സിനെ റീകോൾ ചെയ്യാനുള്ള ടെൻഡൻസിനെ നമ്മൾ റീസൻസി എഫക്റ്റ് എന്നും പറയുന്നു. സോ ഈ ഒരു എക്സ്പെരിമെൻറ്റ് കുറേ പേര് നടത്തിയിട്ടുണ്ട്. അതിൽ ഒരാളായിരുന്നു മെർഡോക്ക്, ആൻഡ് ഹി കണ്ടക്റ്റഡ് ദിസ് എക്സ്പെരിമെൻറ്റ് ഇൻ 1962. So he asked the participants to learn a few list of words that varied in length from 10 to 40 words and free recall them. അതായത് 10 തൊട്ടിട്ട് 40 വേർഡ്സ് അടങ്ങുന്ന ലിസ്റ്റ് ലേൺ ചെയ്യാൻ പറഞ്ഞു. ആൻഡ് ദെൻ അതിനെ ഫ്രീ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ടും പറഞ്ഞു. ആൻഡ് ഈച്ച് വേർഡ് വാസ് പ്രസൻറ്റഡ് ഫോർ 1 to 2 seconds.
and the results he found was that the probability of recalling any word depended on its position in the list. അതായത് അതിൻ്റെ ലെങ്തോ അല്ലെങ്കിൽ ടൈമോ കാര്യമൊന്നുമല്ല, അത് നമ്മൾ റീകോൾ ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ വേർഡ്സിൻ്റെ പൊസിഷനാണ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് സീരിയൽ പൊസിഷൻ. Then the words presented either early in the list or at the end were more often recalled, but the ones in the middle were more often forgotten. ഏറ്റവും ആദ്യമുള്ളതും ഏറ്റവും അവസാനമുള്ളതുമായിരുന്നു കൂടുതലായിട്ട് റീകോൾ ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ റീകോൾ ചെയ്തിരുന്നത്. ആൻഡ് ദ മിഡിൽ വൺ വർ ഫോർഗോട്ടൺ, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ദി സീരിയൽ പൊസിഷൻ എഫക്റ്റ്. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിലുള്ള വേർഡ്സിനെ റീകോൾ ചെയ്യാനുള്ള ടെൻഡൻസിനെ നമ്മൾ പ്രൈമസി എഫക്റ്റ് എന്നും എൻഡിലുള്ള വേർഡ്സിനെ റീകോൾ ചെയ്യാനുള്ള എഫക്റ്റിനെ റീസൻസി എഫക്റ്റ് എന്നും പറയുന്നു. സോ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് മർഡോക്ക് കൺക്ലൂഡ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും ആദ്യം ലേൺ ചെയ്ത വേർഡ്സ് അല്ലെങ്കിൽ പ്രൈമസി എഫക്റ്റിൽ ഉള്ള വേർഡ്സിനെ നമുക്ക് ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വേർഡ്സ് ഏർലി ഇൻ ദ ലിസ്റ്റ് വർ പുട്ട് ഇൻ ടു ലോങ് ടേം മെമ്മറി. കാരണം എന്താണ്, പേഴ്സണിന് ആ വേർഡ്സിനെ അക്കൗസ്റ്റിക്കലി, അതായത് ബൈ മീൻസ് ഓഫ് സൗണ്ട് അതിനെ റിഹേഴ്സ് ചെയ്യാനുള്ളൊരു ചാൻസ് അല്ലെങ്കിൽ ഒരു ടൈം ഗ്യാപ്പ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് വേർഡ്സ് ഫ്രം ദി എൻഡ് ഓഫ് ദി ലിസ്റ്റ് വെൻറ്റ് ഇൻ ടു ഷോർട്ട് ടേം മെമ്മറി. റീസൻസി എഫക്റ്റിലുള്ള വേർഡ്സ് എല്ലാം ഷോർട്ട് ടേം മെമ്മറിയിലേക്കും പോയി. ആൻഡ് നമുക്ക് ആ ഒരു ഷോർട്ട് ടേം മെമ്മറിയിൽ ആകെ 7 വേർഡ്സ് അല്ലെങ്കിൽ 7 ഐറ്റംസ് വരെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി ഈ മിഡിലിൽ വന്ന വേർഡ്സ്, okay, words in the middle of the list had been there too long to be held in short term memory due to displacement and not long enough to be put into the long term memory. അതായത് മിഡിലിൽ വന്ന വേർഡ്സിനെ നമുക്ക് റിഹേഴ്സൽ ചെയ്യാനുള്ളൊരു ടൈം ഇട്ടിട്ട് കിട്ടിയതുമില്ല. ലൈക്ക് കാരണം എന്താ, കുറേ വേർഡ്സ് പിന്നാലെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുമ്പം ഷോർട്ട് ടേം മെമ്മറിയുടെ കപ്പാസിറ്റീൻ്റെ ലിമിറ്റേഷൻ കാരണം തന്നെ നമുക്ക് ആ ഇൻഫോർമേഷനെ മൊത്തം നമുക്ക് ഒരേ ടൈമിൽ തന്നെ റിഹേഴ്സൽ ചെയ്യാനായിട്ട് പറ്റിയതുമില്ല. അപ്പം അങ്ങനെയുള്ള വേർഡ്സ് എന്തായിപ്പോയി, ഫോർഗോട്ടൺ ആയിപ്പോയി. ആൻഡ് ദിസ് ഈസ് റെഫേർഡ് ആസ് ദി അസിംപ്റ്റോട്ട്. ഓക്കെ, അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സിൻ്റെ മിഡിലിൽ വരുന്ന വേർഡ്സിനെ നമുക്ക് ഷോർട്ട് ടേം മെമ്മറിയുടെ ലിമിറ്റഡ് കപ്പാസിറ്റി കാരണം നമുക്ക് അതിനെ ഷോർട്ട് ടേം മെമ്മറിയിൽ തന്നെ വെക്കാനും പറ്റുന്നില്ല, ലോങ് ടേം മെമ്മറിയിലേക്ക് എന്നാൽ റിഹേഴ്സൽ ചെയ്തിട്ട് മൂവ് ചെയ്യാനും പറ്റുന്നില്ല. ഓക്കെ, സോ ഏറ്റവും ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാം, ഒരു പാർട്ടിസിപ്പൻ്റ് ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻ റീകോൾ ചെയ്യുന്നത് 2 സെപ്പറേറ്റ് സോഴ്സിൽ നിന്നാണ്. അതായത് ഷോർട്ട് ടേം മെമ്മറി എന്നും ലോങ് ടേം മെമ്മറി എന്ന് പറയുന്ന 2 സെപ്പറേറ്റ് സോഴ്സിൽ നിന്നാണ് ഇൻഫോർമേഷനെ ലൈക്ക് റിട്രീവ് ചെയ്യുന്നതെന്ന് പറയാം. ആൻഡ് സീരിയൽ പൊസിഷൻ കേർവും കൂടെ ഉണ്ട്. ഈ ഒരു സീരിയൽ പൊസിഷൻ എഫക്റ്റിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന യു ഷേപ്ഡ് കേർവിനെയാണ് നമ്മൾ സീരിയൽ പൊസിഷൻ കേർവ് എന്ന് പറയുന്നത്. സോ ദ കേർവ് ഓൾസോ ഡെമോൺസ്ട്രേറ്റ്സ് ദ like serial position effect in which the words in the beginning of a list as well as the words in the towards the end of the list are more recalled, like more often recalled than the ones in the middle ഉള്ളതിനേക്കാളും ബിഗിനിങ്ങിലും അവസാനമുള്ള വേർഡ്സിനെയാണ് നമ്മൾ റീകോൾ ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ. സോ ഈ ഒരു സീരിയൽ പൊസിഷൻ എഫക്റ്റിനെ ഗ്രാഫിക്കലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന കേർവിനെ നമ്മൾ സീരിയൽ പൊസിഷൻ കേർവ് എന്നും കൂടിയും പറയും. ഓക്കെ, സോ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക. മെറ്റീരിയൽ ഇതിൻ്റെ താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് വി വിൽ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ. താങ്ക് യു.